ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വിനായക ചതുർത്ഥിയെ പറ്റിയാണ്. ഓഗസ്റ്റ് മാസം 27-ാം തീയതിയാണ് വിനായക ചതുർത്ഥി. ഈ ഒരു വിനായക ചതുർത്ഥി നാൾ മുതൽ ഒരു 9 നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുറേ കാലങ്ങളായി അനുഭവിച്ചു വരുന്ന ആ കാലദോഷം, സമയദോഷം വിട്ടുമാറുകയാണ്. മുന്നോട്ട് ജീവിതത്തിൽ ഒരു ഭാഗ്യം, ഐശ്വര്യം, ജീവിത ഉയർച്ച ഇതെല്ലാം അനുഭവത്തിൽ വരുന്ന ഒരു 9 നക്ഷത്രക്കാരെ പറ്റിയാണ് പ്രത്യേകം എടുത്തു പറയുന്നത്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ 9 നക്ഷത്രക്കാർക്കും ഇവർ അനുഭവിച്ചു വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സം, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും. ഭാഗ്യം എന്ന് പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നതേയില്ല. ഒരു സന്തോഷം, ഒരു സമാധാനം, സുഖം ലഭിക്കുന്നില്ല. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നമുക്ക് തെറ്റായിട്ട് ഭവിക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവമാണ് പലർക്കും. ആ എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ ഒരുപാട് പാളിച്ചകൾ, പരാജയങ്ങൾ സംഭവിക്കുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, കർമ്മത്തിലൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, അനാവശ്യമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ്, ആ ഒരു സ്വാധീനം ജീവിതത്തിൽ വളരെയധികമുണ്ട്. കുറച്ചു കാലമായിട്ട് ഇവരുടെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒരു ജീവിതം നോക്കുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ ധാരാളം അനുഭവിക്കുന്ന വ്യക്തികളാണ്. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, അപ്രതീക്ഷിതമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗദുരിതങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട, സമയം ചിലവഴിക്കേണ്ട അവസ്ഥ, അവരവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരവരുടെ ജോലിയിൽ അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള പോരായ്മകൾ, ആ ഒരു പ്രതീക്ഷിക്കുന്ന ഗുണഫലം ലഭിക്കാതിരിക്കുക, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരു സമയദോഷം വളരെ ശക്തമായിട്ട് ബാധിച്ചിരിക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. ആ 9 നക്ഷത്ര ജാതകർ. നമ്മൾ പറയാറില്ലേ, നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല, പലതും നമുക്ക് ലഭിക്കും എന്ന് നമ്മൾ ഉറപ്പിച്ച് കരുതും, അവസാന നിമിഷം അത് നഷ്ടപ്പെട്ടു പോകും. നമ്മളെക്കാട്ടിൽ വളരെ കഴിവ് കുറഞ്ഞ പല വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടങ്ങളിൽ വളരെ നല്ല നിലയിലേക്കൊക്കെ എത്തിയിരിക്കുന്നത് കാണേണ്ടി വരിക. നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുന്ന ഒരു അനുഭവം, ഒരവസ്ഥ. അത്രമേൽ നമ്മൾ പരിശ്രമിച്ചാൽ പോലും നമുക്ക് ആ ഫലം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആദ്യമേ ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറഞ്ഞു നൽകുന്നത് ഈ ഒരു നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ പറയുന്ന 9 നക്ഷത്രക്കാരും ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങളാണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇവരെ സംബന്ധിച്ച് ഒരു സ്റ്റെബിലിറ്റി, സ്ഥിരതയില്ല എന്ന് പറയുന്നതാണ് സത്യം. ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും ഈ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ട്. അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുഭവത്തിൽ വരുന്ന ഒന്നുമാണ്. ഇവിടെ പറയുന്ന ഈ ഒരു നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ജനന ജാതക പ്രകാരം ഇപ്പോൾ ഏത് ഗ്രഹത്തിൻ്റെ ദശയാണ് നടക്കുന്നത്, അത് നിങ്ങൾക്കൊരു ശുഭദശയാണോ പാപദശയാണോ, അങ്ങനെ മുന്നോട്ടുള്ള ജീവിതം, ഭാവിയെപ്പറ്റിയൊക്കെ കൂടുതൽ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ അവരവരുടെ ജനന ജാതകം പരിശോധിക്കണം. അതെല്ലാ വീഡിയോയിലും ഞാൻ പ്രത്യേകം പറയുന്ന ഒന്നാണ്. പൊതുവെ എല്ലാവരും യൂട്യൂബിലും മറ്റും വരുന്ന ഈ രാശിഫലമോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മാത്രം അതിനെ അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് വിനായക ചതുർത്ഥി മുതൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത്, അത് എങ്ങനെയുള്ള ഒരു മാറ്റങ്ങളാണ് ആ ജീവിതത്തിൽ ലഭിക്കുന്നത് എന്നതിനെപ്പറ്റി നോക്കാം. ആദ്യം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ ഒരു ഗുണഫലം ലഭിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റിയാണ് എടുത്തു പറയുന്നത്. മേടം രാശിയിൽ വരുന്ന അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കുറച്ച് കാലങ്ങളായി ജീവിതത്തിൽ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റമാണ്. നിങ്ങൾ അനുഭവിച്ചു വന്നിരിക്കുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏതുതരം വിഷമങ്ങളും വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാലം ആരംഭിക്കുവാൻ പോകുന്നു. പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പലരും. അവരെ സംബന്ധിച്ച് ഈ ഒരു വിനായക ചതുർത്ഥി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ, നല്ല ഭാഗ്യാനുഭവങ്ങൾ, നന്മകളൊക്കെ വന്നു ചേരുകയും ചെയ്യും. ഈ ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന
ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക, ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ഉയർച്ച വന്നു ചേരുക, പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് മുക്തരാകുക, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന നല്ല നല്ല അനുഭവങ്ങൾ മേടം രാശിയിൽപ്പെട്ട അശ്വതി നക്ഷത്ര ജാതകർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരും. അതുപോലെ തന്നെ ചിങ്ങം രാശിയിൽ വരുന്ന മകം നക്ഷത്രം, ധനുരാശിയിൽ വരുന്ന മൂലം നക്ഷത്രം, ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ്. ഇവരെ സംബന്ധിച്ച് വിവാഹിതരാണെങ്കിൽ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. ഒരു വിവാഹ കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. അവരവർ ചെയ്യുന്ന ജോലി, അവരവരുടെ കർമ്മം എന്താണോ, അതൊരു ജോലി ചെയ്യുന്ന വ്യക്തി, സ്വന്തമായിട്ട് തൊഴിൽ, ബിസിനസ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചും സാമ്പത്തികപരമായ ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവത്തിൽ വരുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അവരെ സംബന്ധിച്ച് ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ, വളരെ വലിയ നന്മകൾ വന്നു ചേരും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ, ആ ലൗകിക ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങൾ വിട്ടുമാറും. അത് കർമ്മസംബന്ധമായിട്ടാണെങ്കിലും, ദാമ്പത്യം, കുടുംബം, ആരോഗ്യം, സാമ്പത്തികം, ഈ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വളരെ വലിയ മാറ്റങ്ങൾ ലഭിക്കുകയും നിങ്ങളിപ്പോൾ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പൂർണ്ണമായി വിട്ടുമാറുന്ന അത്യുത്തമമായിട്ടുള്ള ഒരു സമയത്തിൻ്റെ, ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. മകം മൂലം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് പൂർണ്ണമായിട്ട് വിട്ടുമാറുക. നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ നല്ലൊരു വഴി തെളിഞ്ഞു കിട്ടുക. നിങ്ങളുടെ ജീവിതത്തിലെ ആ കാലദോഷം, സമയദോഷം വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് ഇത്. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് മകം മൂലം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും. പക്ഷേ അതിനെയൊക്കെ മറികടക്കാനുള്ളൊരു വഴി, ഒരു ഈശ്വരാനുഗ്രഹം ഈ ഒരു വിനായക ചതുർത്ഥി മുതൽ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു സമയം അവരവരുടെ ജാതകം കൂടെ നിങ്ങളൊന്ന് പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. അടുത്തതായി ചതയം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ, അതുപോലെ ചതയം നക്ഷത്രമെന്ന് പറയുന്നത് കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രമാണ്. അതുപോലെ മിഥുന രാശിയിൽ ജനിച്ച തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ, തുലാം രാശിയിൽപ്പെട്ട ചോതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. നിങ്ങളെ സംബന്ധിച്ച്, അതായത് ചതയം, തിരുവാതിര, ചോതി നക്ഷത്രം, ഈ നക്ഷത്രം രാഹു എന്ന് പറയുന്ന സർപ്പഗ്രഹത്തിൻ്റെ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും, പ്രതിസന്ധികളും പൂർണ്ണമായിട്ട് വിട്ടുമാറും. നിങ്ങളുടെ മനസ്സ് ഒന്ന് തെളിയുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പൂർണ്ണ വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുന്ന സമയം. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സമാധാനം, ഒരു സന്തോഷം, സുഖം ഒക്കെ അനുഭവത്തിൽ വരിക. പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. അതായത് ഒരു പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ അത് ലഭിക്കും. പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടക്കുന്ന സമയമാണ്. അങ്ങനെ എല്ലാ തരത്തിലുള്ള നന്മകളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം. രാഹുവിൻ്റെ നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിലുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറും. സാമ്പത്തികപരമായുള്ള ക്ലേശങ്ങൾ, ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാകുന്ന സമയം. നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങളുടെ ആവശ്യത്തിനും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യത്തിനും ആവശ്യമായ ധനം, പണം വന്നു ചേരുക. കടബാധ്യതകൾ, മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഭാഗ്യം, ഒരു സമയം വന്നു ചേരുന്ന ഒരു കാലത്തിൻ്റെ ആരംഭവുമാണ്. ഈ ഒരു സമയം പ്രധാനമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് അത്രമേൽ പ്രയോജനപ്പെടുത്തുക. ഒരുപാട് നല്ല മാറ്റങ്ങളാണ് ചതയം, തിരുവാതിര, ചോതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ലഭിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്ന സമയമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ആരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കാതെ, അല്ലെ പകുതി വഴിയിൽ മുടങ്ങിപ്പോയിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനും സാധിക്കും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അവരവരുടെ സ്വകാര്യ ജീവിതത്തിലെ ആ മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ വിട്ടുമാറും എന്നുള്ളതാണ്. വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ ഉണ്ടായിരുന്ന കാലതാമസം, തടസ്സങ്ങൾ, പ്രയാസങ്ങൾ പൂർണ്ണമായി വിട്ടുമാറും. അനുയോജ്യമായിട്ടുള്ള ഒരു വിവാഹ ജീവിതം, മംഗല്യഭാഗ്യം, ജീവിത പങ്കാളിയെ ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ പുനർവിവാഹത്തിന് ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു നല്ലൊരു പുനർവിവാഹം നിങ്ങൾക്ക് നടക്കുന്ന സമയവുമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക, കർമ്മസംബന്ധമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുക, ആരോഗ്യപരമായിട്ട് നല്ല നേട്ടങ്ങൾ, മാറ്റങ്ങൾ വന്നു ചേരുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ചതയം, തിരുവാതിര, ചോതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്.
ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് പലരും പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് കുറച്ച് കാലങ്ങളായിട്ട്. അത് സാമ്പത്തികം, ആരോഗ്യം, ദാമ്പത്യം എന്നു വേണ്ട എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അനുഭവിച്ചു വരുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് ഒരു നല്ല സമയം, നല്ല കാലത്തിൻ്റെ ആരംഭമാണ്. എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും പൂർണ്ണമായി വിട്ടുമാറി വളരെ നല്ല മാറ്റം, നല്ല ഗുണഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും. അടുത്തതായി ഈ ഒരു വിനായക ചതുർത്ഥി മുതൽ ഒരു നല്ല മാറ്റം, നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്ര ജാതകർ ആരാണെന്ന് നോക്കിയാൽ, കർക്കിടകം രാശിയിൽ വരുന്ന ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും മീനം രാശിയിൽ വരുന്ന രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്കും, ഈ രണ്ട് നക്ഷത്രത്തിൻ്റെയും അധിപൻ ബുധനാണ്. ബുധൻ്റെ നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ആയില്യം, രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും അത്രമേൽ തടസ്സം, പ്രയാസങ്ങൾ, പ്രശ്നങ്ങളുണ്ട്. നമുക്ക് താങ്ങാവുന്നതിലും കൂടുതൽ ഭാരം അല്ലെങ്കിൽ താങ്ങാവുന്നതിലും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന രണ്ട് നക്ഷത്ര ജാതകരാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും അത്രമേൽ തടസ്സം, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സഹോദരങ്ങളുടെ ഇടയിലാണെങ്കിലും ഒക്കെ അപ്രതീക്ഷിതമായ ചില ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ധാരാളമാണ്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, അതുപോലെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിങ്ങൾ നേരിടുന്ന അനാവശ്യ ശത്രുതകൾ, എതിർപ്പുകൾ, ഈ ഒരു കാര്യങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരുണ്ട്. അതുപോലെ ചിലരെ സംബന്ധിച്ച് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ, ഗൃഹസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരും ഈ ഒരു നക്ഷത്രത്തിൽ, ഈ രണ്ട് നക്ഷത്രത്തിൽ ജനിച്ചവർ ധാരാളമാണ്. ഒരു ഗൃഹത്തിൻ്റെ നിർമ്മാണത്തിനൊക്കെ ഇറങ്ങിത്തിരിച്ച് അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ സാമ്പത്തികപരമായ പ്രശ്നങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്ന ഒരനുഭവം, ജീവിതത്തിൽ ആരംഭിച്ചിരിക്കുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കാതിരിക്കുക, അതുപോലെ ഒരുപാട് തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ധാരാളം പേര് അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് മാനസികമായിട്ടൊരു സമാധാനം, സുഖം, സ്വസ്ഥത പലരെയും സംബന്ധിച്ച് ഈ ഒരു ആയില്യം, രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിട്ടില്ല. ദാമ്പത്യപരമായിട്ടുള്ള ആ കുടുംബ ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്കാണെങ്കിലും ഒരുപാട് കാലതാമസം, തടസ്സങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സമയം ഈ ഒരു രണ്ട് നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ധാരാളമായിട്ട് അനുഭവിക്കുന്നവരാണ്. അത് സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ നിന്നാണെങ്കിലും പലർക്കും സാമ്പത്തികം, ആരോഗ്യം, അങ്ങനെ കർമ്മസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ച് അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം, നല്ല ഉയർച്ച ഒക്കെ വന്നു ചേരുന്ന നല്ല നല്ല അനുഭവങ്ങളാണ് മുന്നോട്ടുള്ള സമയം നിങ്ങൾ ആയില്യം, രേവതി നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരുന്നത്. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങളാൽ സാധിക്കും എന്നുള്ളതാണ്. സമയം വളരെ അനുകൂലമാണ്. ഈ ഒരു ഓഗസ്റ്റ് 27 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധത്തിലുള്ള ഭാഗ്യക്കേടുകളും ദോഷങ്ങളും വിട്ടുമാറി നിങ്ങൾക്ക് നല്ല യോഗഫലങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, നന്മകളൊക്കെ വന്നു ചേരും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കനുസരിച്ച് ഒരു നല്ല മാറ്റം, നല്ല ഗുണഫലമാണ് ആയില്യം, രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അനുഭവത്തിൽ വരുന്നത്. അടുത്തതായി കന്നി രാശിയിൽ വരുന്ന അത്തം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. നിങ്ങളെ മാനസികമായിട്ട് അലട്ടിയിരുന്ന അല്ലെങ്കിൽ മനസ്സിന് സ്വസ്ഥത, സമാധാനം നിഷേധിച്ചിരുന്ന അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി അത്തം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിലെ ഉയർച്ചയുടെ ഒരു കാലഘട്ടം, ഒരു സമയമാണ് ആരംഭിക്കുന്നത്. അത്തം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള മനപ്രയാസങ്ങളുണ്ട് ഓരോ വ്യക്തികളെ സംബന്ധിച്ച്. അത്തം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മാനസികമായിട്ട് അത്രമേൽ ഒരു സുഖം, സമാധാനം, സന്തോഷമില്ല. അനാവശ്യമായിട്ട് നമ്മുടെ മനസ്സിനെ അലട്ടുന്ന, മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന, മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന തരത്തിൽ പല പ്രശ്നങ്ങളാണ് വന്നു ചേരുന്നത്. ഒരു പ്രശ്നം വന്നു ചേർന്ന് നമ്മളതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു പ്രശ്നം പൂർണ്ണമായിട്ട് വന്നു ചേരുന്നു. അങ്ങനെ മനസ്സിന് അത്രമേൽ സ്വസ്ഥത ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നു. അതുപോലെ തന്നെ അവരവരുടെ വ്യക്തിപരമായ, ലൗകികപരമായ ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മം, ജോലിയിലാണെങ്കിലും പലരെയും സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിലും ഒക്കെ പല ബുദ്ധിമുട്ടുകളാണ്. അത്തം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഒരു ദാമ്പത്യ ജീവിതം നോക്കുമ്പോൾ പലരും ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട്
പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഭാര്യാഭർത്താക്കന്മാർ രണ്ട് വീടുകളിലോ അല്ലെങ്കിൽ രണ്ട് സ്ഥലങ്ങളിലോ ആയിട്ടൊക്കെ കഴിയേണ്ട അവസ്ഥ, പലർക്കും അപ്രതീക്ഷിതമായിട്ട് പല ബുദ്ധിമുട്ടുകളും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് വളരെ കുറച്ച് നാളുകൾ, വിരലിലെണ്ണാവുന്ന മാസങ്ങളോ മറ്റുമായിട്ടുള്ള വ്യക്തികൾ പോലും ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളായിട്ട് വേർപിരിഞ്ഞ് നിൽക്കുന്ന അനുഭവം, അവസ്ഥയൊക്കെ പലർക്കുമുണ്ട്. അതൊക്കെ ഒരു സമയദോഷത്തിൻ്റെ കാരണം കൊണ്ടുകൂടിയാണ് സംഭവിക്കുന്നത്. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി ലഭിക്കാനുള്ള പ്രയാസമോ തടസ്സമോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാനസിക ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. നിങ്ങളെ സംബന്ധിച്ച് അതൊക്കെ മുന്നോട്ട് വിട്ടുമാറും. ഈ ഒരു സമയം അത്തം നക്ഷത്ര ജാതകർ അവരവരുടെ ആ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഏറ്റവും ഉത്തമമാണ്. നിങ്ങളെ സംബന്ധിച്ച് എല്ലാ തരത്തിലും ഒരു നല്ല മാറ്റം, ഭാഗ്യാനുഭവം വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് ആരോഗ്യപരമാകാം, അവരവർ ചെയ്യുന്ന കർമ്മസംബന്ധമായിട്ടാകാം, ദാമ്പത്യ കുടുംബജീവിതമാകാം, സന്താനങ്ങളെ കൊണ്ടുള്ള കാര്യമാകാം, അങ്ങനെ ഏത് കാര്യങ്ങളാണെങ്കിലും അതിലൊക്കെ നല്ല മാറ്റം വന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ പറ്റുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ഇതിനെയൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ പറഞ്ഞ നക്ഷത്രങ്ങളിൽ ജനിച്ച് നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സമയം വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാറി ജീവിതത്തിൽ നല്ല ഭാഗ്യാനുഭവങ്ങൾ, നന്മകളൊക്കെ ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്കെല്ലാവർക്കും വിനായക ചതുർത്ഥി മുതൽ സർവ്വമംഗളങ്ങളും ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.